ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസം മൊണാലിസ പ്രസ് മീറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് ആൾക്കാരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. മൊണാലിസ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ മൊണാലിസയ്ക്ക് ഈ മണിപ്പൂർ എന്ന് പറയുന്ന ഫിലിം ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്ന സനോജ് മിശ്ര എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും ഉണ്ടായിരിക്കുന്ന ദുരനുഭവത്തെ പറ്റിയിട്ട് തുറന്ന് സംസാരിച്ചുകൊണ്ടായിരുന്നു മൊണാലിസ ഒരു പ്രസ് മീറ്റിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താണെങ്കിലും ആദ്യം തന്നെ മൊണാലിസ അത് പറയുന്നത് കേട്ടിട്ട് ബാക്കി നമുക്ക് നോക്കാം. ഈ സനോജ് മിശ്ര എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി നമുക്ക് വളരെ പ്രിയപ്പെട്ട, വളരെ വേണ്ടപ്പെട്ട ഒരുത്തം തന്നെയാണ്. കാരണം കേരളം എന്ന് പറഞ്ഞാൽ ലവ് ജിഹാദ് ആണെന്ന് തീർത്ത് എഴുതി വെച്ചേക്കുന്ന ഒരു വ്യക്തിയാണ് സനോജ് മിശ്ര. അപ്പൊ അവനെ പറ്റിയിട്ട് നമുക്ക് കൂടുതലായിട്ട് ഇവിടെ നോക്കാം. ആദ്യം തന്നെ മൊണാലിസ പറഞ്ഞത് കേൾക്കാം. कोई अच्छा इंसान नहीं है। मुझे 10 बार ऐसे टच किया सनोज मिश्रा ने, और वहां मैंने मेरी फैमिली वालों को बोला कि मुझे सनोज मिश्रा ने टच किया। मेरी फैमिली ने वहां मेरा साथ नहीं दिया। मुझे पता है कि मुझे क्या बीती है क्या नहीं। मेरे साथ अन्याय हुआ है, मुझे सिर्फ और सिर्फ इंसाफ चाहिए। सनोज मिश्रा ने मुझे 2 बार टच किया और वहां मैंने मेरी पूरी फैमिली को बोला नहीं नहीं आपकी पहली मूवी है, क्या पहली मूवी के लिए मुझसे रेप करवाओगे। പലതവണയായിട്ട് ഈവൻ ഇത്തരത്തിൽ ഈ ഒരു പെൺകുട്ടിയുടെ അടുത്ത് മോശം ടച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഒരു തവണ ഇത്തരത്തിൽ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്കിന് വീട്ടുകാർ പറഞ്ഞ കാര്യമാണ് ആദ്യത്തെ മൂവി അല്ലേ, സോ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് വീട്ടുകാർ പറഞ്ഞേക്കുന്നത്. എന്ന് എഴുതിയിട്ട് റേപ്പിന് നിന്ന് കൊടുക്കണം എന്നുള്ളതാണ് മൊണാലിസ ഇവിടെ പറഞ്ഞേക്കുന്നത്. ഭയങ്കര സങ്കടപ്പെട്ട് തന്നെയാണ് ഈ ഒരു കാര്യം ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇനി ഇത് പറയുമ്പോൾ ഈ സനോജ് മിശ്ര എന്ന് പറയുന്ന ഇവനാണെങ്കിൽ ഈ ഒരു പെൺകുട്ടി അവിടുന്ന് ഒളിച്ചോടി ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കിന് ഇവൻ അന്ന് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മണിപ്പൂർ എന്ന് പറയുന്ന ഇവൻ്റെ ഇത്തരത്തിൽ ലവ് ജിഹാദ് പറയുന്ന ഒരു സിനിമയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിലാണ് ഈ ഒരു പെൺകുട്ടി ഒളിച്ചോടി പോയത്. ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് ലവ് ജിഹാദ് ആക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയേക്കുന്നതാണ്, അല്ലെങ്കിൽ ലവ് ജിഹാദാണ് അങ്ങനെ കൊണ്ടുപോയേക്കാണ്. അപ്പം കേരളത്തിലോട്ട് കൊണ്ടുപോയിട്ടിരിക്കുകയാണ്. കേരളത്തിൽ അത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞേക്കുന്ന ഒരു വ്യക്തിയാണ് ഇവൻ. ഇനി ഇത് മൊണാലിസയുടെ ഈ ഒരു പ്രസ് മീറ്റിന് ശേഷം ഇവന്റെ അക്കൗണ്ടിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അതിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. देशवासियों नमस्कार, सादर प्रणाम, हर हर महादेव। जैसा कि आप लोग देख रहे हैं, पिछले कई दिनों से मोनालिसा का जो लव जिहाद वाला मैटर हुआ, उसके बाद मैंने उस पीड़ित परिवार और लव जिहाद के खिलाफ एक अभियान शुरू किया पूरे देश में, जिसके देशवासियों ने बहुत सराहना भी की और साथ भी दिया। लेकिन अब मामला थोड़ा अलग होता जा रहा है। मामला अब यह है कि मेरे पीछे जिहादियों के साथ साथ केरल की ईसाई मिशनरीज भी आकर ज्वाइंट ऑपरेशन में मेरे खिलाफ साजिश कर रही हैं। आज आप जैसे देख रहे हैं कि किस तरह से उस बच्ची को समझा बुझाकर मेरे खिलाफ सोशल मीडिया में अनर्गले बातें कही जा रही हैं, जिसमें कहा जा रहा है कि मैंने उसके साथ गलत तरीके से छुआ और पता नहीं क्या क्या, जो भी आप लोग देख ही रहे हैं। उसके बारे में मुझे कुछ बोलने की इसलिए जरूरत नहीं है कि ये जिहादी किस तरह से ब्रेन वॉश करते हैं और कहाँ तक लेकर के जाते हैं। ये वही बच्ची है जिसको मैं जब पढ़ाता था तो मेरे बच्चे मुझसे नाराज हो जाते थे कि आप मोनालिसा को पढ़ाते हो, मुझे क्यों नहीं पढ़ाया कभी आपने। उस लेवल पर जो मेरा अटैचमेंट था उसके साथ, आज देखिए कहां से कहां लेकर चले गए। और आज मैं उस बाप के दर्द को भी महसूस कर रहा हूं जिस बाप को मोनालिसा ने कहा कि इनसे मुझे जान का खतरा है। तो उस लिहाज से देखा जाए तो हमारे ऊपर जो इल्जाम लगाए जा रहे हैं, जो चीजें हो रही हैं, ये कोई बहुत बड़ी चीजें नहीं है। और मैं किसी भी परिस्थिति से निपटने के लिए, लड़ने के लिए मैं हमेशा सक्षम हूं। मैं कभी भी जिहादियों के सामने या देशद्रोहियों के सामने अपना सर नहीं झुकाऊंगा। मैं आप सबसे आज वादा करता हूं, जिस तरह से इन लोगों ने साजिश करके प्रेस कॉन्फ्रेंस करके मेरे खिलाफ जो बातें फैलाई जा रही हैं, ये देश दुनिया देख रही। क्यों देख रही? इसके पहले क्या था? इसके पहले जितने भी वीडियो देखो उसमें सब ने मोनालिसा ने मेरे बारे में सिर्फ और सिर्फ अच्छा ही बोला, कुछ भी गलत नहीं बोला। अचानक एक रात में क्या हो गया ये कि मुझे बोल रही कि वो मेरे साथ गलत तरीके से मुझे छूते थे और पता नहीं क्या क्या, जो मैं कभी सपने में भी नहीं सोच सकता। कि हम सनातनी लोग हैं, हम जिहादी नहीं है कि हम बहन कहने के बाद, बेटी कहने के बाद उनको भगा ले जाएं और उनके साथ अवैध संबंध बनाएं। ये हमारे संस्कार में, हमारे कल्चर में, या हमें हमारे धर्म में हमें शोभा नहीं देता। हम सपने में भी नहीं सोच सकते। उसके बारे में कोई सफाई भी पहली बार तो देना नहीं चाहूंगा। दूसरी बात है कि मेरे खिलाफ ज्वाइंट ऑपरेशन चल रहा है। एक तो जिहादी मेरे पीछे पड़े हुए हैं और दूसरी बात वहां की ईसाई मिशनरीज भी मेरे पीछे लग गई जब से मेरा फिल्म का ट्रेलर लॉन्च हुआ है। और मोनालिसा वही सब बातें बोल रही है, ठीक वही बातें बोल रही है जो एक साल पहले जिन लोगों ने मेरे खिलाफ ये षड्यंत्र रचा था, वही सेम बातें बोल रहे थे। कि वो केरल में भी लोग हैं, हमारे राष्ट्रवादी लोग हैं, वो लोग मेरे संपर्क में हैं और मुझे बताते हैं कि वहां क्या होने वाला है और क्या हो रहा है। आने वाले समय में मेरे साथ
मेरे साथ सच्चाई है, सारे प्रकरण आपके सामने है। आपने देखा कि किस तरह से एक भोली भाली लड़की को बहकाकर ब्रेन वॉश करके फिल्म के बहाने केरल ले जाया गया। केरल जहां के बड़े बड़े मंत्री मिनिस्टर खड़े होकर के आकर शादी को प्रमोट कर रहे हैं और वहां से पोस्टर जारी कर रहे हैं, द रियल केरल स्टोरी। ഈ കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവന്മാർക്ക് ഭയങ്കര അങ്ങോട്ട് പൊളിയുന്നുണ്ട് കേട്ടോ. കാര്യം റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ കാണിക്കുന്നതാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി എയർഫോഴ്സ് സിവിലിയൻ സ്റ്റാഫും ഉത്തർപ്രദേശ് സ്വദേശിയുമായ സുമിത് കുമാർ അറസ്റ്റിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് നിനക്കൊക്കെ ധൈര്യമുണ്ടോ? ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റോറി എന്ന് പറഞ്ഞൊരു സാധനം ഇറക്കി ഇടാനെ കൊണ്ട് ഇവന്മാർക്ക് ധൈര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ലോക രാജ്യങ്ങളുടെ മുന്നിൽ ഇന്ത്യയുടെ ഒരു ഭൂപടത്തിലെ പകുതി മേലോട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഇത്തരത്തിൽ നാണം കെട്ട് അച്ചാറായിട്ട് കിടക്കും ഇല്ലേ? ഇത് പേര് നോക്കുക നിങ്ങൾ, സുമിത് കുമാർ എന്നാണ് പേര്, മുസ്ലിം നാമധാരി ഒന്നുമല്ല. ഇവൻ ഈ വീഡിയോക്കകത്ത് പറയുന്നുണ്ടല്ലോ, സനാതന ധർമ്മം അല്ലെങ്കിൽ നമ്മുടെ ധർമ്മം എന്ന് പറയുന്ന ഒരു മകളെ പോലെ കാണുകയാണ്, അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തേക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് അങ്ങനെ ഈ പറയുന്ന ഒരു ഹിന്ദു നാമധാരിയായിട്ടുള്ള ഒരു സുമിത് കുമാർ എന്ന് പറയുന്ന വ്യക്തിയാണ് അല്ലെ? അപ്പൊ ഒരു പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി എടുത്തേക്കുന്ന ഒരു കാര്യം. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നോർത്തിലോട്ടുള്ള ഇത്തരത്തിലുള്ള സിനിമകളെ പറ്റിയിട്ട് ഇറക്കി വിടാനൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിനിമ ഇറക്കി വിടാനുള്ള ഗട്സ് നിനക്കൊക്കെ ഉണ്ടാ? എന്നിട്ട് കേരളത്തിൽ നടക്കുന്ന എന്താണെന്ന് കൃത്യമായിട്ട് കേരളത്തിലുള്ള നമ്മുടെ കുറച്ച് ആൾക്കാരുണ്ട്, അവർ വന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ലവ് ജിഹാദാണിത്, ഇതെന്റെ പടത്തിന്റെ ഇടയ്ക്ക് ബ്രെയിൻ വാഷ് ചെയ്ത് ഇറക്കൊണ്ട് പോയതാണ്. ഓക്കെ, ഇത് ആൾക്കാർ ജോയിന്റ് ആയിട്ട് ഇവനെതിരെ അറ്റാക്ക് നടത്താൻ വേണ്ടിയിട്ട് നടത്തിയേക്കുന്ന ഒരു പരിപാടിയാണ്. അങ്ങനെ ഒരു സംഭവമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഇവൻ ആ ഒരു ധർമ്മം മുന്നോട്ട് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല, ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് ഇവൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി ഇവന്റെ ഈ ധർമ്മത്തെ പറ്റിയിട്ടൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് മുന്നോട്ട് വരാം. ഇവന്റെ പേരിലൊരു റേപ്പ് കേസ് അങ്ങനെ കുറെ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിലോട്ട് വരാം. ഈ മൊണാലിസ ഈ പറയുന്ന വൈറലായിരിക്കുന്ന ടൈമിൽ സിനിമയ്ക്ക് ഈ പെൺകുട്ടിക്ക് ചാൻസ് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അന്ന് ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അത് നമുക്ക് അതൊന്ന് കാണാം. मोनालिसा है और आप लोगों से जैसे मैंने कहा था कि मेरी अगली फिल्म द डायरी ऑफ मणिपुर में मैं इनको कास्ट कर रहा हूँ, तो मैं इनसे मिलने के लिए प्रयागराज भी गया था और आज इनके गांव आया हुआ हूँ महेश्वर और आज इनकी फैमिली के साथ ഈ പടത്തിന് ഓഫർ കൊടുത്തു, വീട്ടുകാരുടെ അടുത്തൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ചു എന്നൊക്കെയുള്ളതാണ് ഇവൻ പറയുന്നത്. അതിന് ശേഷം മൊണാലിസ കേരളത്തിലോട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ല ഒരു ഉദ്ഘാടനത്തിന്. ആ സമയത്ത് ഇവൻ ഫുൾ ടൈം ഈ ഒരു പെൺകുട്ടിയോട് കൂടെ ആയിരുന്നു. ഈ മറ്റേ ബോബന് മോളിയുടെ പട്ടിയുടെ കൂട്ട് എപ്പോഴും ഇങ്ങനെ വാലാട്ടി കൂടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഇവൻ ഒരു ഗാർഡിനെ പോലെ എന്നൊക്കെയുള്ള രീതിയിൽ ഇവൻ എപ്പോഴും കൂടെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവന്റെ മണിപ്പൂർ എന്ന് പറയുന്ന സിനിമയുടെ ഇതിനകത്തുനിന്ന് കുട്ടി പോയി എന്നുള്ളൊരു സാധനങ്ങളൊക്കെ പറഞ്ഞില്ല. അപ്പോൾ ഫസ്റ്റിൽ അന്നേ ഇവൻ ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഇതുപോലെ ബ്രെയിൻ വാഷ് ചെയ്ത്, അന്നും പറഞ്ഞേക്കുന്നവരുടെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോയതാണ്, ലവ് ജിഹാദാണ് മണിപ്പൂർ ഈ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് ഈ പെൺകുട്ടീനെ കൂട്ടിക്കൊണ്ട് പോയേക്കുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഇവനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എഗെയിൻ ആ ഒരു സാധനം തന്നെയാണ് ഇവൻ ഇട്ടിട്ട് പറയുന്നത്, ബ്രെയിൻ വാഷ് ചെയ്തു, തട്ടിക്കൊണ്ട് പോയി, എന്നിട്ട് ജോയിന്റ് ആയിട്ട് ഇവിടുന്ന് നടക്കുന്ന ഒരു അറ്റാക്കാണ് അവനെതിരെ. അപ്പം ഇതെന്താണ് അവിടെ കാണുന്നത്? ഇതിന്റെ കമന്റ് ബോക്സ് നോക്കുമ്പോൾ തന്നെ ആദ്യത്തെ സമയങ്ങളിൽ ഞാൻ കമന്റ് ബോക്സ് നോക്കുമ്പോഴത്തേക്ക് ഇവനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവൻ ഇങ്ങനെ നിരന്തരമായിട്ട് ഈ ഒരു പെൺകുട്ടിയുടെ കൂടെ ഇങ്ങനെ നടക്കുകയാണല്ലോ. ആ സമയത്ത് തന്നെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വിമർശനങ്ങൾ ഉയർന്നിരുന്നു, ഇവൻ ആ ഒരു പെൺകുട്ടിയുടെ ഫെയിം വെച്ച് യൂസ് ചെയ്യാണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിന് മൊണാലിസ തന്നെ അന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അച്ഛൻ്റെ ഒപ്പം നിന്നുകൊണ്ട്. ഒരു അച്ഛനെ പോലെ തന്നെ കാണുന്ന ഒരു വ്യക്തിയാണ് ഇയാളെന്നൊക്കെ എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നമുക്ക് കാണാം. अभी मैं मध्य प्रदेश में हूँ और कुछ एक्टिंग सीख रही हूँ, पढ़ाई सीख रही हूँ. अब जैसा सोच रहे वैसा कुछ भी नहीं है. और मेरे साथ में मेरी बहन, मेरे बड़े पापा भी है. देखो मेरी बहन है, मेरे बड़े पापा है. ऐसा कुछ नहीं है सर, जैसे लोग सोच रहे हैं ऐसा कुछ नहीं है सर. बहुत बढ़िया है, हमको हमारे पास आते हैं और उससे जैसे कुछ सिखाना चाह रहे हैं, सब कर रहे हैं. ऐसे सनोज मिश्रा सर बहुत अच्छा है, मुझे बेटी की तरह मानते हैं. आज तक जैसे लोग न्यूज में झूठी खबरें फैला रहे हैं, ये सब झूठी बातें हैं. मैंने खुद देखा है, सनोज मिश्रा बहुत इज्जतदार है, बहुत अच्छे है. इनका सौभाग्य बहुत अच्छा है, मुझे अच्छा लगा. അവൻ സൂപ്പറാണ്, നല്ലതാണ്, കിടിലാണെന്നുള്ളതൊക്കെ ആയിരുന്നു ഇവിടെ മൊണാലിസയും തൻ്റെ അച്ഛനും ഒക്കെ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ തൊട്ട് പുറകെ തന്നെയായിരുന്നു ഇവൻ്റെ പേരിൽ ഒരു റേപ്പ് കേസ് വന്നിട്ടുണ്ടായിരുന്നത്. സനോജ് മിശ്ര, ഡയറക്ടർ ഹു ഓഫർ ഫിലിം ഓഫ് മഹാകുംഭ വൈറൽ ഗേൾ മൊണാലിസ അറസ്റ്റഡ് ഇൻ റേപ്പ് കേസ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് തന്നെ വന്നിരിക്കുന്ന മറ്റൊരു വീഡിയോ കൂടി ഉണ്ടായിരുന്നു, നമുക്ക് അതുകൂടെ ഒന്ന് കാണാം. മഹാകുംഭമേളയിൽ പങ്കെടുത്ത് വൈറലായ ഒരു 16 വയസ്സുകാരി തെരുവിലാണ് ആ പെൺകുട്ടി ജീവിച്ചത്. അങ്ങനെ മാല കച്ചവടം ചെയ്യാൻ വേണ്ടി കുംഭമേളയിൽ എത്തുകയും അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാക്കി ഒടുക്കം ബോബി ചമ്മണ്ണൂർ തന്റെ കട ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കേരളത്തിലേക്ക് എത്തിക്കുന്ന സമയത്ത് ഇവിടുത്തെ മാധ്യമങ്ങൾ ആ പെൺകുട്ടിയെ കുറിച്ച് റിപ്പോർട്ട് കൊടുക്കുകയും അങ്ങനെ മലയാളികളുടെ ഇടയിൽ ആ പെൺകുട്ടി സുപരിചിതയാകുകയും ചെയ്തു. അപ്പോഴാണ് മലയാളികളെല്ലാം ആ പെൺകുട്ടി ശ്രദ്ധിക്കുകയും ആ പെൺകുട്ടിയുടെ വാർത്തകളൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന സമയത്ത് ആ പെൺകുട്ടിയെ സനോജ് കുമാർ മിശ്ര എന്ന് പറയുന്ന ഒരു ഹിന്ദി സംവിധായകൻ സിനിമയിലേക്ക് എടുത്തു എന്നുള്ള ഒരു വാർത്ത അറിയുന്നത്. തെരുവിൽ മാല വിറ്റോട് നടക്കുന്ന ഒരു കുടുംബം, ദാരിദ്ര്യത്തിലാണ് ഈ കുടുംബം കഴിയുന്നത്. അവിടുത്തെ 16 ഇങ്ങനെ സിനിമയിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു വാർത്ത കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ സകല ജനങ്ങൾക്കും സന്തോഷമാക്കുന്ന ഒരു കാര്യമായിരുന്നു. എല്ലാ ആളുകളും ആ പെൺകുട്ടിക്ക് ആശംസ അറിയിച്ചു. അങ്ങനെ ഈ പെൺകുട്ടിയെ നേരെ
ബോംബെയിലേക്ക് ഈ സനോജ് കുമാർ മിശ്ര കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഒരുപാട് ആക്ടിംഗ് സ്കൂളിലും ഒക്കെ ചേർത്ത് ഈ പെൺകുട്ടി പഠിപ്പിക്കുന്ന വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ ഹിറ്റാണ്. ആ സമയത്ത് ഇദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണം ഉണ്ടായി. അതായത് ഈ കുടുംബത്തെ മൊത്തമായിട്ട് ഈ സനോജ് കുമാർ മിശ്ര എന്ന് പറഞ്ഞ സംവിധായകൻ ട്രാപ്പ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ സംവിധായകൻ അത്ര നല്ല സ്വഭാവക്കാരനല്ല എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരികയും അങ്ങനെ ആ ആരോപണം ഉന്നയിച്ച ആളുകൾക്കെതിരെ ഈ സംവിധായകൻ കേസ് കൊടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ഈ സനോജ് കുമാർ മിശ്ര എന്ന് പറഞ്ഞ ഈ സംവിധായകൻ പീഡന കേസിൽ ഡൽഹി പോലീസിന്റെ കസ്റ്റഡിയിലായി എന്നുള്ളതാണ്. പീഡന കേസിൽ ഈ സംവിധായകൻ അറസ്റ്റ് ആയതുകൊണ്ട് മൊണാലിസയ്ക്ക് എന്താണ് കുഴപ്പമെന്ന് വേണമെങ്കിൽ ചോദിക്കാം. കുഴപ്പമുണ്ട്. അതായത് ഈ പെൺകുട്ടി വൈറലായി, ഈ പെൺകുട്ടിയുടെ കുടുംബം വളരെ ദാരിദ്ര്യത്തിലാണ് കഴിയുന്നത് എന്ന് ഈ ഇന്ത്യയിലുള്ള ആളുകളൊക്കെ അറിഞ്ഞതിന് ശേഷം എല്ലാ ആളുകളും ഈ പെൺകുട്ടിയും കുടുംബം രക്ഷപ്പെടണം. അതിനുള്ള ഏക മാർഗ്ഗം ഈ പെൺകുട്ടി സിനിമയിൽ അഭിനയിച്ച് പോപ്പുലറാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ സനോജ് കുമാർ മിശ്രയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ സംവിധായകൻ ഇങ്ങനെ പീഡന കേസിൽ അറസ്റ്റ് ആകുന്നത്. അതോടുകൂടി ഈ പെൺകുട്ടിയുടെ ഭാവി ഒരു വിധത്തിൽ അവസാനിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ നമുക്ക് ഈ ഒരു സംവിധായകനെ ഇങ്ങനെ പീഡന കേസിൽ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഡൽഹി പോലീസ് പറയുന്ന കാര്യം നമുക്കൊന്ന് വിശദമായിട്ട് പരിശോധിക്കാം. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തെ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് അകത്താക്കിയതിനെ തുടർന്ന് ഈ മുന്നോട്ടുള്ള കാര്യത്തിൽ ഈ മൊണാലിസയ്ക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ സംവിധായകന്റെ ഈ പീഡന കേസിനെ കുറിച്ച് ഡൽഹി പോലീസ് പറയുന്നത് ഇദ്ദേഹം 2020 ഉത്തർപ്രദേശിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇദ്ദേഹം ബോംബെയിലാണ് താമസിക്കുന്നത്. അന്ന് ഈ ടിക്ടോക്കിലൊക്കെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയെ ഇദ്ദേഹം ടിക്ടോക്ക് വഴി പരിചയപ്പെടുകയും ഈ പെൺകുട്ടിയായിട്ട് ഇങ്ങനെ സൗഹൃദത്തിലാകുകയും സിനിമയിൽ അവസരം നൽകാം എന്നുള്ള വാഗ്ദാനം ഈ പെൺകുട്ടിക്ക് നൽകുകയും അങ്ങനെ ഈ പെൺകുട്ടിയെ ഉത്തർപ്രദേശിലേക്ക് വിളിപ്പിച്ച് അവിടെ റിസോർട്ടിൽ വെച്ച് മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചു എന്നാണ് ഈ പെൺകുട്ടിയുടെ പരാതി എന്ന് പറയുന്നത്. ഇങ്ങനെ തുടർച്ചയായിട്ട് ഈ ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിന് ഈ പെൺകുട്ടി നിർബന്ധിക്കുകയും അങ്ങനെ ഏകദേശം ഒരു 3 തവണ ഈ പെൺകുട്ടിയെ ഗർഭചിത്രം നടത്തുകയും ചെയ്തു എന്ന് ഈ പെൺകുട്ടി ആരോപണത്തിൽ പറയുന്നുണ്ട്. 25 ജനുവരിയിൽ ഇവരുടെ ഈ ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കും. അങ്ങനെയാണ് ഈ പെൺകുട്ടി പരാതി കൊടുക്കുകയും ചെയ്യുന്നത്. നൽകാമെന്ന് അദ്ദേഹം ഇങ്ങനെ വാഗ്ദാനങ്ങൾ ധാരാളമായിട്ട് നൽകിയാണ് ഇങ്ങനെ തുടർച്ചയായിട്ട് കൊണ്ടുവന്ന് പീഡിപ്പിച്ചത് എന്നാണ് ഈ പെൺകുട്ടി പറഞ്ഞത്. അതുകൂടാതെ തന്റെ സ്വകാര്യ ചിത്രങ്ങൾ അനവധി ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അത് കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ് പലപ്പോഴും തന്നെ അദ്ദേഹം പറയുന്ന സ്ഥലത്തേക്ക് വിളിപ്പിച്ച് പീഡിപ്പിച്ചത് എന്ന് ഈ പെൺകുട്ടി പരാതി പറയുന്നുണ്ട്. അങ്ങനെ ഡൽഹി പോലീസ് കേസെടുക്കുകയും ഇദ്ദേഹം ഡൽഹി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ ആ മുൻകൂർ ജാമ്യാപേക്ഷ ഡൽഹി ഹൈക്കോടതി തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഒരു 3 തവണ ഈ പെൺകുട്ടി അബോർഷൻ ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ട് ഈ പോലീസുകാരുടെ കയ്യിൽ കിട്ടി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പോലീസുകാർ അന്വേഷിക്കുന്ന സമയത്ത് അത് മുൻകൈയെടുത്ത് ചെയ്യിപ്പിച്ചത് ഇദ്ദേഹമാണെന്ന് കണ്ടെത്തുകയും അങ്ങനെ കോടതിയിൽ ആ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ ഭാഗമായി കോടതി ജാമ്യം നിഷേധിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഇദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് അകത്താക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഡൽഹി പോലീസ് നീങ്ങിയത്. ഈ സംവിധായകന്റെ 2 സിനിമകൾ നിർമ്മിച്ച ജിതേന്ദ്ര നാരായണ മിശ്ര അതുപോലെ തന്നെ വാസി റസുഖി എന്ന് പറയുന്ന 2 നിർമ്മാതാക്കൾ അവരവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ 2 വീഡിയോകൾ പങ്കുവച്ചിരുന്നു. അത് ഈ മൊണാലിസ ബോസ്ലെയുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങളായിരുന്നു. അതായത് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെ ഈ സംവിധായകൻ ട്രാപ്പിൽപ്പെടുത്തിയിരിക്കുകയാണ് എന്നാണ് അവർ രണ്ടുപേരും അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴി പറഞ്ഞത്. അതിനകത്ത് ഇവർ പറയുന്ന ഒരു കാര്യം പറഞ്ഞാൽ ഇദ്ദേഹം സ്ഥിരമായിട്ട് ഇങ്ങനെ ഈ പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്ന ആളാണ്. ഒരുപാട് പെൺകുട്ടികളെ ഇദ്ദേഹം ഉത്തർപ്രദേശിൽ നിന്നൊക്കെ ബോംബെയിൽ എത്തിച്ച് ഇങ്ങനെ പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ട്. ഇദ്ദേഹം സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ആളാണ്. അതുപോലെ സെറ്റിൽ വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ്. ഇദ്ദേഹത്തെ വിശ്വസിക്കാൻ കൊള്ളില്ല. അപ്പോൾ ഈ ഒരു കുടുംബത്തെ ഇദ്ദേഹം കൊണ്ടുവന്ന് വലിയ കെണിയിൽ കൊണ്ടുവന്ന് ചാടിക്കും എന്നുള്ള രീതിയിൽ ഈ 2 നിർമ്മാതാക്കൾ ആരോപണം ഉന്നയിക്കും. അങ്ങനെ ദേശീയ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുകയും വലിയ ചർച്ച ചെയ്യുകയും ചെയ്തു. അതിനെ തുടർന്ന് ഈ സംവിധായകൻ ഇവർക്ക് 2 പേർക്കും എതിരെ ഡൽഹി പോലീസിലും അതുപോലെ തന്നെ മുംബൈ പോലീസിലും പരാതി നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമ്മളെല്ലാവരും കണ്ട കാര്യമാണ് ബോബി ചമ്മണ്ണൂർ ഈ പെൺകുട്ടിയെ കട ഉദ്ഘാടനത്തിന് വേണ്ടി കേരളത്തിൽ എത്തിച്ചു. അപ്പോൾ ഇദ്ദേഹം വഴിയാണ് കേരളത്തിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഈ പെൺകുട്ടിയെ ഫ്ലൈറ്റിൽ കൊണ്ടുവന്നതും ഇവിടെ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് പറയിപ്പിച്ചതും എല്ലാം ഇദ്ദേഹമാണ്. നമ്മൾ കണ്ടതാണ് വീഡിയോകളൊക്കെ. അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞ ഒരു കാര്യമാണ് ഇദ്ദേഹം ഇങ്ങനെ ഈ കുടുംബത്തെ മൊത്തമായിട്ട് ട്രാപ്പ് ചെയ്ത് ഈ പെൺകുട്ടിയെ ഈ കുടുംബത്തെയും ബോംബെയിൽ എത്തിക്കുകയും അവിടെ ആക്ടിംഗ് സ്കൂൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകമായിട്ട് ഹോട്ടലൊക്കെ എടുത്തിട്ട് ആ പെൺകുട്ടി അവിടെ താമസിപ്പിക്കുകയും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇദ്ദേഹം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇദ്ദേഹം ഈ കഴിഞ്ഞിടയ്ക്ക് പെൺകുട്ടിയുമായിട്ട് നേപ്പാൾ സന്ദർശിക്കുന്ന വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വലിയ ഹിറ്റായിരുന്നു. ഈ പെൺകുട്ടി എവിടെ പോകുന്നുണ്ട്, ഏതൊക്കെ ഉദ്ഘാടനങ്ങളിൽ പോകുന്നുണ്ട്, ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതെല്ലാം നിയന്ത്രിക്കുന്നത് ഈ സംവിധായകനാണ്. അതായത് പൂർണ്ണമായിട്ട് ഈ കുടുംബത്തിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് ഇദ്ദേഹം ഈ പെൺകുട്ടിയോടൊപ്പം സഞ്ചരിച്ച് ഈ പെൺകുട്ടിക്ക് ഏതൊക്കെ വിധത്തിലുള്ള പ്രസക്തി ഉണ്ടാകുന്നുണ്ട് ആ പ്രസക്തിയുടെ ഒരു അംശം ഇദ്ദേഹം ഇങ്ങനെ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. യഥാർത്ഥത്തിൽ ഈ സനോജ് കുമാർ മിശ്ര എന്ന് പറഞ്ഞ ഈ സംവിധായകനെ കേരളത്തിലുള്ള ആളുകളും അതുപോലെ ഇന്ത്യയിലുള്ള ആളുകളും കൂടുതലായിട്ട് അറിഞ്ഞത് ഈ മൊണാലിസ ബോസ്ലെ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി മുഖാന്തരമാണ്. ഈ പെൺകുട്ടിയോടൊപ്പം സഞ്ചരിച്ച് ഈ പെൺകുട്ടിയുടെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായിട്ടാണ് കണ്ടത്. അങ്ങനെയാണ് ഇദ്ദേഹത്തിനെതിരെ ഈ വലിയ ആരോപണം പുറത്തു വന്നത്. ഈ ആരോപണം പുറത്ത് വന്നതിനെ തുടർന്ന് ഈ പെൺകുട്ടിയെ കൊണ്ട് തന്നെ ഒരു വീഡിയോ ചെയ്യിച്ചു. അതായത് എനിക്ക് ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ഇവൻ സൂപ്പറാണ് കിടിലമാണെന്നൊക്കെ അവരിരുന്ന് പറയുന്ന ഒരു സംഭവം. ഓക്കെ, ഇവനെ വരുടെ കേട്ടല്ലോ. ആ ഒരു മുൻപുള്ള ആ ഒരു ടിക്ടോക്ക് വഴി പരിചയപ്പെട്ട ആ ഒരു പെൺകുട്ടീനെ 3 തവണയാണ് ഇത്തരത്തിൽ അവനെ അബോട്ട് ചെയ്യുക അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അത്രയും വലിയ തരത്തിലാണ് ഇവനെ പറ്റിയിട്ട് അറിയുന്ന ആളുകൾ തന്നെ വന്ന് പറയുന്നത് ഇവൻ ഇതുപോലെ ഈ കുടുംബത്തെ മൊത്തത്തിൽ ട്രാപ്പിൽ പെടുത്തിയേക്കാണെന്നുള്ളത്. മഹാകുംഭമേളയിൽ ഇങ്ങനൊരു കച്ചവടത്തിന് വന്നിരിക്കുന്ന ഈ ഒരു കൂട്ടർ അല്ലെങ്കിൽ ആ ഒരു ഫാമിലീനെ ഇത്തരത്തിൽ ആ ഒരു പെൺകുട്ടി ഭയങ്കരമായിട്ട് വൈറലാകുന്നു. അങ്ങനെയുള്ള ആ ഒരു സാധാരണ കുടുംബത്തിലേക്ക് ഇങ്ങനെയുള്ള ഒരു മൂവി ഓഫറുമായിട്ട് വരുന്നു. പിന്നെ ഇത്രയും സ്വീകാര്യത ജനങ്ങൾക്കിടയിലേക്ക് ആളുകൾക്കിടയിലേക്ക് ആ ഒരു കുട്ടിക്ക് കിട്ടുന്നു. അങ്ങനെ ഒരു ലൈഫിൽ ഒരു ചേഞ്ച് എന്നുള്ള നിലയിലോട്ട് വരുമ്പോഴത്തേക്കിന് ആ ഒരു ഫാമിലി ഒരു പക്ഷേ ഓക്കെ ഇത് ആൾ നല്ലൊരാളായിരിക്കും എന്ന രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ആ സമയത്ത് ഈ ഒരു മൊണാലിസ പറയുന്ന പ്രസ് മീറ്റിൽ പറയുന്ന കാര്യമാണ് അയാൾ മോശമായിട്ട് ടച്ച് ചെയ്തു എന്ന കാര്യം വീട്ടിൽ പറഞ്ഞപ്പോൾ ഫസ്റ്റ് മൂവി അല്ലേ അഡ്ജസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അതൊരു പെൺകുട്ടീനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അത് ഉൾക്കൊള്ളാൻ പറ്റുക? ആ ഒരു സമയത്ത് നമുക്ക് ബെറ്റർ എങ്ങനെയായിട്ടാണോ രക്ഷപ്പെടാൻ പറ്റുക അങ്ങോട്ടേക്ക് പോകാന്നുള്ള കാര്യമല്ലേ ചെയ്യുള്ളൂ. അപ്പം അന്ന് മൊണാലിസ ഇവിടെ കേരളത്തിൽ വന്ന ടൈമിൽ മീഡിയസിനടുത്ത് ബൈക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊണാലിസയാണ് അങ്ങോട്ടേക്ക് പോയി ഈ മുസ്ലിം നാമധാരിയായിട്ടുള്ള ആ ഒരു വ്യക്തിനെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ആ പൊന്നുമോനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കൂടിയായിരിക്കാം ഈ ഒരു പെൺകുട്ടി ഇത്തരത്തിൽ ആ ഒരാളുമായിട്ട് പ്രണയത്തിലാവുകയും പിന്നീട് ഇങ്ങോട്ടൊക്കെ ഒളിച്ചോടി വന്നിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. കാര്യം എന്ന് വെച്ചാൽ ഇവൻ എന്നിട്ട് ഈ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടന്നിട്ട് ഇവന്റെ പടത്തിന് മൊത്തത്തിൽ ചോദിച്ചിട്ടുമായിട്ട് നിൽക്കുകയായിരുന്നു. ആ സമയത്ത് നാട്ടുകാരുടെ ജനങ്ങളുടെ മുന്നിൽ നേരെ ഇവൻ കാണിക്കുന്ന ഒരു സംഭവം എന്താണ്?
മൊണാലിസ ഇതുപോലെ ബ്രെയിൻ വാഷ് ചെയ്ത് മൊണാലിസിനെ കൊണ്ട് ലവ് ജിഹാദാണ് അങ്ങനെ പോയി, അപ്പോൾ പിന്നെ പടം എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ പെട്ട് നിൽക്കുകയാണെന്നുള്ള രീതിയിൽ ഇവൻ പറയുമ്പോഴത്തേക്കിന് ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടും. അവിടെ കുറേ മണ്ടന്മാരുണ്ട്, ഈ മണ്ടന്മാരെല്ലാം വിചാരിച്ചിരിക്കുന്നത് എന്താണ്, കേരളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലവ് ജിഹാദിന്റെ ഒരു കേന്ദ്ര താവളമാണ്, കേരളം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എന്നുള്ളൊരു ഇത് മൈൻഡ് സെറ്റ് നിൽക്കുന്ന കുറേ എണ്ണങ്ങളുണ്ടല്ലോ. അപ്പോൾ അവരുടെ മുന്നിലോട്ട് ഇവൻ ഇങ്ങനെ ഒരു സാധനം ഇട്ട് കൊടുക്കുമ്പോഴത്തേന് ഓക്കെ ഇവൻ ഡീസെന്റ് ആണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്നുള്ള സാധനം പറയും. എന്നിട്ട് ഈ മൊണാലിസ പ്രസ് മീറ്റ് ഇട്ടതിന് ശേഷം ഇവൻ പിന്നീട് വന്ന് പറയാണ് നമ്മുടെ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, മകളെ പോലെ കാണുന്നതാണ് അത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇവൻ ഇത് വന്ന് പറയുമ്പോഴത്തേക്കിന് അവിടുത്തെ പൊട്ടന്മാരായിട്ടുള്ള കുറേ ആൾക്കാർ ഇങ്ങനെ പറയുന്നതല്ലേ വിശ്വസിക്കുള്ളൂ. നിങ്ങൾ ആലോചിക്കും മൊണാലിസ ഇത് ഇവിടെ വന്ന് ഇപ്പോൾ പലർക്കും തോന്നായിരിക്കും ഈ ഉള്ള വള്ളി മൊത്തം ഇങ്ങോട്ടാണല്ലോ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കിന് എനിക്കൊന്ന് കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റുകളിൽ ഒന്നാണ് കേരളം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഇങ്ങോട്ടേക്ക് വന്നു. അപ്പം ഇവിടെ ഇപ്പം പ്രസ് മീറ്റിൽ ഇവിടെ ഇരുന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഇവരുടെ നാട്ടിൽ പോയിട്ടാണ് പറയുന്നുണ്ടെങ്കിൽ ചിലപ്പം അങ്ങനെ ഒരു പ്രസ് മീറ്റ് നടക്കുമെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ പ്രസ് മീറ്റിന് ശേഷം ആ ഒരു പെൺകുട്ടിക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. കാര്യം നേരെ ലവ് ജിഹാദ് ഇതെല്ലാം കുറേ സാധനങ്ങൾ ഒക്കെ മണ്ടയിലോട്ട് അടിച്ചു വിട്ടിട്ടുണ്ടല്ലോ. എന്താണെങ്കിലും കൊള്ളാം. എന്നിട്ട് ഇവൻ പറയുകയാണ് ഓക്കെ കേരളത്തിലെ കുറച്ച് ആൾക്കാരുണ്ട് നമുക്കറിയാം, അപ്പം കേരളത്തിൽ എന്താ നടക്കുന്നുള്ളത് നമുക്കറിയാം, എന്നെ ജോയിന്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യാനെ കൊണ്ട് നോക്കുകയാണെന്ന് പറയുമ്പോഴത്തേക്കിന് ഇതാണ് ഇങ്ങനെയുള്ള കുറേ അവന്മാരുടെ ഗുണമെന്ന് പറഞ്ഞാൽ നേരെ ഒരു മതം ലവ് ജിഹാദ് അത് മാങ്ങ തേങ്ങ ചക്ക എന്ന് പറയുന്ന ഇങ്ങനത്തെ അപരാധങ്ങൾ മൊത്തം കൊണ്ടിട്ട് കഴിയുമ്പോഴത്തേക്കിന് ഇവിടെ നാട്ടിൽ എന്ത് കൊള്ളരുതായ്മ ചെയ്താലും പിന്നെ ആരും ചോദിക്കാനും പറയാനും വരില്ലല്ലോ അല്ലേ. എന്താണെങ്കിലും ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ശരി ബൈ.